ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് കംപ്ലീറ്റ് ആക്കിയവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ നമ്മുടെ കോഴ്സിന്റെ കാര്യങ്ങളും ഈ ഒരു പർട്ടിക്കുലർ 3 എക്സാമുകൾക്ക് വേണ്ടി നമ്മളൊരു കോംബോ കോഴ്സ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ആദ്യമേ തന്നെ ഏതൊക്കെ എക്സാമുകളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ PWDയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണും. ആ ഒരു എക്സാമിന്റെ പ്രോബബിൾ പീരീഡ് ഓഫ് എക്സാം ഡേറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടിലാണ് ഈ ഒരു എക്സാം വരുന്നത്. അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് വിളിച്ചത് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് പോളിടെക്നിക് ലെക്ചർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജസിൽ അധ്യാപകനാകാനുള്ള ഒരു അവസരമാണ് അവിടെ വന്നിരിക്കുന്നത്. അത് എക്സാം സ്ലോട്ട് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഒക്ടോബറിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഓവർസിയർ ഗ്രേഡ് 1 എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1 ഡിപ്ലോമ കംപ്ലീറ്റ് ആക്കിയവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അത് PWD ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ആ ഒരു എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, നിലവിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു സ്ലോട്ട് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ നവംബർ സ്ലോട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 3 എക്സാമുകളും നമുക്കൊരു ഡിപ്ലോമ ബിടെക് ലെവൽ എക്സാമുകളാണ്. രണ്ടെണ്ണം ബിടെക് ലെവലും ഒരെണ്ണം ഡിപ്ലോമ ലെവലുമാണ്. എന്നിരുന്നാലും നമുക്കിത് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാനും കാര്യങ്ങളും ഒക്കെ പറ്റും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് നമ്മളുടെ സിലബസ് PSC സിലബസ് ഈ ജാനുവരി 15 പുറത്തുവിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും പോയിന്റിൽ കുറച്ച് എക്സാമുകളുടെ സിലബസ് വന്നിട്ടുണ്ട്. ഏത് പോയിന്റ് വേണമെങ്കിലും ആ സിലബസ് പുറത്ത് വരാവുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമ്മൾ എന്താണ് നിങ്ങൾക്കൊരു സിലബസ് കമ്പൈൻഡ് ആയിട്ട് ഇതെങ്ങനെ പഠിക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മൾ ക്രാക്ക് ചെയ്ത് തരുന്നതാണ്. നമ്മുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി പ്രജീഷ് സാറാണ് നിങ്ങൾക്കത് ക്രാക്ക് ചെയ്ത് തരുന്നത്. ആ ഒരു പെർട്ടിക്കുലർ വെബിനാറിനും അതുപോലെ ആ ഒരു വെബിനാറിൽ നമ്മൾ ലാസ്റ്റ് ടൈം പോളിടെക്നിക് ലെക്ചർ ഇലക്ട്രോണിക്സിൽ ഫസ്റ്റ് റാങ്ക് ആയിട്ടുള്ള ഐസക് സാറുമായിട്ട് നമ്മളൊരു സെഷന് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാറിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പകർന്നു തരാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനുമായിട്ട് നിങ്ങൾക്ക് ആ ഒരു സെഷൻ യൂസ്ഫുൾ ആക്കാം. ഉറപ്പായിട്ടും ഒരു എക്സാമിന് റാങ്ക് നേടിയ ഒരാളുടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും അല്ലെങ്കിൽ കുറച്ച് ടിപ്പുകളും അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യുക അവരുടെ ഒരു ജേണി എങ്ങനെയായിരുന്നു നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രയോജനമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിലൊരു ഇന്ററാക്ഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇതിനു വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫാക്കൽറ്റീസ് നമ്മുടെ ടീം സെറ്റാണ്. നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ട്. ഓക്കെ, ലക്ഷ്മി മിസ് ആണ് നിങ്ങളുടെ മെൻറ്റർ. അതുപോലെ നമ്മുടെ അരവിന്ദ് സാർ പ്രജീഷ് സാർ അടങ്ങുന്ന ഒരു ടീം നിങ്ങൾക്കിവിടെ ക്ലാസ്സുകൾ എടുക്കാൻ തയ്യാറാണ്. ആക്ച്വലി ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുമുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പം ക്ലാസ്സുകളെ പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് തുടങ്ങുക. ഈ ഒരു എക്സാം വന്നിരിക്കുന്നത് ജൂലൈ അപ്പുറത്തോട്ടാണ് അല്ലേ. അപ്പം നമ്മുടെ മുമ്പിൽ ഒരു 7 മാസം മിനിമം, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ. അപ്പോൾ ഓഗസ്റ്റിലാണ് വരുന്നെങ്കിൽ ഒരു 8 മാസമൊക്കെ നിങ്ങൾക്ക് മിനിമം ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുണ്ട്. ആവശ്യത്തിന് സമയമുണ്ട്. നിങ്ങൾ ഇനിയും ഡിലേ ആക്കാണ്ട് എന്ത് ചെയ്യുക, എക്സാം പ്രിപ്പറേഷന് തുടങ്ങുക. അപ്പം നമ്മുടെ കോഴ്സുകളെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഓർക്കുക, ബണ്ടിൽ കോഴ്സ് നമുക്ക് ലഭ്യമാണ്. അതായത് ഈ ഓരോ കോഴ്സിനും നിങ്ങൾക്ക് ഓരോ ഫീസ് കൊടുത്ത് നിങ്ങൾക്ക് എടുക്കണ്ട. അപ്പോൾ ഇതൊരു ബണ്ടിലായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ബണ്ടിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള ടെക്നിക്കൽ PSC എക്സാമിന്റെ റിസൾട്ടുകളെല്ലാം വന്നപ്പോൾ നമുക്ക് ടോപ്പ് റാങ്കുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് റാങ്ക് മുതലുള്ള ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് പോലുള്ള ടോപ്പ് റാങ്കുകൾ നമുക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ള വിവരം നിങ്ങളൊന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഇനി വരുന്ന എക്സാമുകൾക്കും നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള കണ്ടന്റാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. നിങ്ങൾ ഈ എക്സാമുകൾക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ എത്രയും വേഗം അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു സെഷൻ നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക്. അതുപോലെ കോഴ്സിനെ പറ്റി ഞാൻ ബണ്ടിൽ കോഴ്സിന്റെ കാര്യം അനൗൺസ് ചെയ്ത് ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരും എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.